പരിശുദ്ധ അമ്മയോട് ചേർന്ന്, വചനത്തിൻ്റെ അമ്മയോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം, നമുക്കറിയാവുന്ന പാട്ടാണ്. ചേർന്ന് പാടി പരിശുദ്ധമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് പ്രാർത്ഥിക്കാം. മറിയമേ നിന്റെ നിത്യസഹായം തേടുന്നു ഞങ്ങളമ്മേ. മർത്ത എന്ന പേരുള്ള ഒരുവൾ അവനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. അവൾക്ക് മറിയം എന്ന പേരായ ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ വചനങ്ങൾ കേട്ടുകൊണ്ട് അവൻ്റെ പാദത്തിങ്കൽ ഇരുന്നു. മർത്തയാകട്ടെ പലവിധ ശുശ്രൂഷകളിൽ മുഴുകി വ്യഗ്രചിതയായിരുന്നു. അവൾ കർത്താവിൻ്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, കർത്താവെ കർത്താവെ, ശുശ്രൂഷയ്ക്കായി എൻ്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നത് നീ കാണുന്നില്ലേ? എന്നെ സഹായിക്കാൻ നീ അവളോട് പറയുക. കർത്താവ് അവളോട് പറഞ്ഞു, മർത്ത മർത്ത, നീ പലതിനെക്കുറിച്ച് ഉത്കണ്ഠാകുലയും അസ്വസ്ഥയുമായിരിക്കുന്നു. ഒന്നു മാത്രമേ ആവശ്യമുള്ളൂ. മറിയം നല്ല ഭാഗം തിരഞ്ഞെടുത്തിരിക്കുന്നു, അത് അവളിൽ നിന്ന് എടുക്കപ്പെടുകയും ഇല്ല. നമ്മുടെ കർത്താവായ ഈശോമിശിഹായിക്ക് പറഞ്ഞ ഹല്ലേലൂയ, സന്തോഷം തന്നെ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ധ്യാനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. കർത്താവിൻ്റെ വചനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന 3 സന്ധികൾ. വചനം കേൾക്കുമ്പോൾ ഒന്നാമതായി നമ്മളിൽ സംഭവിക്കുന്ന കാര്യം, ദൈവം വ്യക്തിപരമായി നമ്മളെ അനുഗ്രഹിക്കുമെന്നുള്ളതാണ്. ബൈബിളിൽ എൻ്റെ ഒരു പഠനത്തിൽ എനിക്ക് വെളിപ്പെട്ടൊരു കാര്യം, ബൈബിളിൽ 35,379 തിരുവചനങ്ങളുണ്ടെന്നാണ് ഞാൻ പഠിച്ചത്. എത്ര വചനമാണ്? 35,379. അതിൽ 8,500 വചനങ്ങളെല്ലാം വാഗ്ദാനങ്ങളാണെന്നാണ് ഞാൻ പഠിച്ചത്. പ്രോമിസ്. ഉദാഹരണം പറഞ്ഞാൽ മത്തായി 1:21, അവൻ തൻ്റെ ജനത്തെ തങ്ങളുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. പ്രോമിസ്. അങ്ങനെ എത്ര ഉണ്ട്? 8,500. ഇനി എനിക്ക് ഈ ബൈബിൾ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു വാചകമുണ്ട്, ഈ ബൈബിൾ എടുത്തതാണ് എൻ്റെ പുണ്യം, അത് തുറന്നതാണ് എൻ്റെ ഐശ്വര്യം, അതൊന്ന് വായിച്ച് മുത്തിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ സൗഭാഗ്യം. ഒരുപക്ഷെ ഇന്ന് ഇവിടെ നിൽക്കാൻ എന്നെ പ്രാപ്തനാക്കിയത് ഞാൻ തിയോളജി പഠിക്കുന്ന ഒരാളായതുകൊണ്ടല്ല, ഞാൻ ഡോക്ടറേറ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ടല്ല, ഞാൻ ഈ വചനത്തെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രമാണ്. അതുകൊണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ വചനത്തിൻ്റെ അഭിഷേകം പറയാൻ കർത്താവ് എന്നോട് വലിയ കരുണ കാണിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, ഈ തിരുവചനങ്ങളിൽ എൻ്റെ വായനയിൽ ശ്രദ്ധിച്ച ഒരു 76 വചനങ്ങൾ വളരെ പച്ചയ്ക്ക്, വളരെ പ്രകടമായി പറഞ്ഞിരിക്കുകയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിക്കും. എന്നാൽ ഞാൻ എനിക്ക് വേറെ ഒരു അനുഗ്രഹിച്ചേക്കാം, അനുഗ്രഹിക്കുമായിരിക്കും അങ്ങനെയൊന്നുമല്ല, വളരെ ക്ലിയറാണ്. അപ്പം അങ്ങനെ ഒരു 2-3 പറഞ്ഞുകൊണ്ട് നമുക്ക് ആരംഭിക്കാം, അതങ്ങ് ബോധ്യപ്പെടട്ടെ. ഉദാഹരണത്തിന് ഉൽപ്പത്തി 12:2 നമുക്ക് ആ വചനം ഒന്ന് പറയാം. ഞാൻ നിന്നെ അനുഗ്രഹിക്കും.
അനുഗ്രഹിക്കും. ഞാൻ നിന്നെ സമൃദ്ധമായി അനുഗ്രഹിക്കും. ഇത് ഉറപ്പാണ്. അടുത്തത് വേറൊന്നും നിയമാവർത്തനം 28-ന്റെ 3-ാമത്തെ വാക്യമാണ്. ഏതാണ് വചനം? പറയണേ, ശ്രദ്ധിക്കണേ. ഞാനിങ്ങനെ ചോദിക്കണം നമ്മൾ ഇതിനകത്ത് തന്നെ ലൈവായിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. നിയമാവർത്തനം 28-ാം അധ്യായത്തിന്റെ 3, നഗരത്തിലും വയലിലും നീ ഒരു അനുഗ്രഹമായിരിക്കും. നിന്റെ സന്താനങ്ങളും ആട്ടിൻപറ്റങ്ങളും മാവ് കുഴയ്ക്കുന്ന കലവും അപ്പക്കൊട്ടയും ഞാൻ അനുഗ്രഹിക്കും. എന്ന് പറഞ്ഞാൽ ഞാനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ദൈവം അനുഗ്രഹിക്കും എന്ന് പറയാം. എന്ത് രസമാണ്. അതല്ലേ മറ്റൊന്ന് റൂത്ത് 2:12, നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നെ അനുഗ്രഹിക്കും. അതൊരു വാഗ്ദാനം ഇപ്പം തന്നെ നടന്നോട്ടെ. നീ അഭയം പ്രാപിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഈ ദിവസങ്ങളിൽ നിന്നെ അനുഗ്രഹിക്കും. അതല്ലെങ്കിൽ സങ്കീർത്തനം 115:12 മനോഹരമായ വാക്യം. അവിടുന്ന് ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഇതിനകത്തൊരു വലിയ സത്യമുണ്ട്. പക്ഷേ ഈശോ ഇപ്പം എന്നെ കുറിച്ച് ഓർക്കുമെന്നാണ് പറയുന്നത്. കർത്താവിന് നമ്മളെ കുറിച്ചൊരു വിചാരമുണ്ട്. അപ്പൊ അതിനകത്ത് ബാക്കി എന്താ പറഞ്ഞിരിക്കുന്നത്? അനുഗ്രഹിക്കും. എന്തിനെ ഓർക്കണം? നിന്നെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടാണ്. എനിക്കറിയാം, ഈ രാത്രി ഈ സന്ധ്യാനേരത്തെ ആയത്തിലിരിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിൽ നീറുന്ന ചില പ്രതിസന്ധികളുടെ പരിഹാരം ദൈവമേ നീ ഒന്ന് ഇടപെടണമേ, അടിയന്തരമായിട്ട് നീ ഒന്ന് വരണേ, ഈ സാഹചര്യത്തെ ഒന്ന് ഏറ്റെടുക്കണമേ, ഇതിനകത്തൊന്ന് തരണേ, ഇറങ്ങി വരണേ എന്ന് വാഴുന്ന, എന്ന് വ്യാകുലപ്പെടുന്ന 100 സാഹചര്യങ്ങളുടെ നടുമുറ്റത്താണ് നമ്മളിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ വചനങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിക്കുക. ആ വചനം ഒന്നുകൂടെ പറയാം. അവിടുന്ന് ചെറിയവരെയും വലിയവരെയും അനുഗ്രഹിക്കും. കർത്താവിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്. അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. ചിരിച്ചോണ്ട് ഹല്ലേലൂയ. മനോഹരമായി മറ്റൊരു ലൂക്കാസ് വിശേഷം 24-ാം അധ്യായത്തിന്റെ 50-ാമത്തെ മനോഹരം എന്ന് പറയാനുള്ള കാരണം എൻ്റെ ജീവിതത്തിൽ ഏക പ്രതീക്ഷയുള്ളൊരു വാക്യത എന്ന് പറഞ്ഞാൽ ലൂക്ക 24:50 എന്താണെന്ന് അറിയോ? എൻ്റെ കോണ്ടെക്സ്റ്റ്, ഈശോ ബഥാനിയയിൽ നിന്ന് സ്വർഗത്തിലേക്ക് പോവാണ് ഉത്ഥാനത്തിന് ശേഷം. ആരാണ് പോകുന്നത്? എവിടുന്നാണ് പോകുന്നത്? എങ്ങോട്ടാണ് പോകുന്നത്? ബഥാനിയ. ശ്രദ്ധിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോ അവിടെ ഒരു വചനം കിടപ്പുണ്ട്. പക്ഷെ എനിക്കിത് പറയുമ്പോൾ കണ്ണെന്നറിയേ. അതായത് നമ്മളിങ്ങനെയാണ് വായിക്കുന്നത്. ലൂക്ക 24:50, അവൻ കരങ്ങൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ ശരിക്കും ആ ഒറ്റ പോയിന്റ് ധ്യാനിക്കണേ. ഒരാൾ അനുഗ്രഹിക്കുന്നതിൻ്റെ ഏറ്റവും സവിശേഷമായ രൂപമാണ് കൈ ഉയർത്തണം. ദൈവം നിന്നെ അനുഗ്രഹിക്കണം. ഇനി ആ കൈയിലേക്ക് മാത്രം നോക്കണേ. ആ കൈക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ കരം ആണിപ്പഴുത്തുള്ള കരമാണ്. ഇങ്ങനൊരു അനുഗ്രഹം ഇവിടെ മാത്രമേ ഉള്ളൂ. ഇനി ആ കരത്തിൻ്റെ തൊട്ട് കീഴെ നിൽക്കുന്ന ആരെന്നറിയും? നല്ല നേരത്ത് അവനെ ഉപേക്ഷിച്ചവരാണ്. നല്ല നേരത്ത് അവനെ തള്ളിപ്പറഞ്ഞവരാണ്. നല്ല നേരത്ത് അവനെ അറിയില്ലെന്ന് പറഞ്ഞവരാണ്. ഇത് പ്രതീക്ഷയാണ്. ഈ അനുഗ്രഹം മേടിക്കാൻ നമുക്ക് എന്നാ യോഗ്യതയാണുള്ളത്? നല്ല നേരത്തെ ജീവിതത്തിന്റെ സമൃദ്ധിയിൽ ദൈവത്തെ മറന്ന 100 അനുഭവങ്ങളുള്ളവരാണ് നമ്മളൊക്കെ. എന്നിട്ടും ലൂക്ക 24-ാം അധ്യായത്തിന്റെ 50, അവൻ കരങ്ങൾ ഉയർത്തി. ഒരുപക്ഷെ നമുക്ക് ഇഷ്ടമുള്ളവരെ അനുഗ്രഹിക്കാൻ നമുക്ക് ഭയങ്കര എളുപ്പമാണ്. നമുക്ക് വേണ്ടപ്പെട്ടവരെ കെട്ടിപ്പിടിച്ച് നമ്മൾ അനുഗ്രഹിക്കും. പക്ഷെ നല്ല നേരത്ത് നമുക്ക് പാര വെച്ച ഒരാളെ, നല്ല നേരത്ത് നമ്മളെക്കുറിച്ച് അപഖ്യാതി പറഞ്ഞ ഒരാളെ, അല്ലെ നല്ല നേരത്ത് നമ്മളെ സഹായിക്കാതിരുന്ന ഒരാളെ, നമ്മൾ ഉപേക്ഷിച്ച ഒരാളെ, അവരെ അടുത്ത് വിളിച്ചിട്ട് എടാ മനസ്സ് തുറന്നു ബ്ലസ് ചെയ്യാൻ പറ്റുമോ? അതാണ് എൻ്റെ പ്രതീക്ഷ. ഞാൻ ഈ അനുഗ്രഹങ്ങൾ ഇങ്ങനെ 76 പറഞ്ഞപ്പോൾ ഈ ഒരൊറ്റ വാചകം വായിക്കുമ്പോൾ കണ്ണു നനയും. ദൈവമേ, ഇതെന്തൊരു പ്രതീക്ഷയാണ്, ഇതെന്തൊരു ആശ്വാസമാണ്.
അവൻ കരങ്ങളുയർത്തി അവരെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യത്തിലേ ഉള്ളൂ. ഈ ധ്യാന ദിവസങ്ങളിൽ ഞാൻ ആത്മാവിൽ നിറഞ്ഞ ആത്മാർത്ഥമായി നിങ്ങളോട് പറയുകയാണ്, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കും. ദൈവം നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കും. ദൈവം നിങ്ങളുടെ സങ്കടങ്ങൾക്ക് പരിഹാരം തരും. ദൈവം നിങ്ങളുടെ നൊമ്പരപ്പെട്ട അനുഭവങ്ങളിലൂടെ നടന്നു വരും. ദൈവം നിങ്ങളെ ഏറ്റെടുക്കും പറഞ്ഞാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു കൂട്ടുകാരി പോലെ എന്നെ ഇടയ്ക്ക് വിളിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവൾ വിളിക്കാനുള്ള കാരണം എന്താണെന്നറിയോ? ഞാൻ മദർ ഹോം എന്ന് പറയുന്ന ഒരു ധ്യാന കേന്ദ്രത്തിലായിരുന്നു. ഇവിടെ വരുന്നതിന് മുമ്പ് വർഷങ്ങളായിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യായിരുന്നു. അപ്പോൾ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനം എന്നൊക്കെ നിങ്ങൾക്ക് അറിയാലോ, ഒരാഴ്ച നീളുന്ന മനോഹരമായ വലിയ ഒരുപാട് കൗൺസിലിംഗ് ശുശ്രൂഷകളെല്ലാം ഉണ്ട്. സാധാരണ ധ്യാനം കഴിയുമ്പോൾ ഞാൻ ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്. ദൈവം അനുഗ്രഹിച്ചു, ദൈവം എന്നെ തൊട്ടു, ഇവിടെ വന്നത് നന്നായി എന്ന് ഉറപ്പുള്ളവർ കൈവക്കാൻ പറയും. അപ്പം എൻ്റെ ലക്ഷ്യം എല്ലാവരും കൈവക്കണം. അപ്പോൾ അവർ എല്ലാവരും കൈവക്കണമെന്ന ലക്ഷ്യത്തോടെ അത്രയും പരത്തി നീട്ടിയാണ് ഞാനിത് പറയാറുള്ളത്. കാരണം എന്തെങ്കിലും ഒരു മെച്ചം ഉണ്ടാകുമായിരിക്കുമല്ലോ, മനസ്സിന് ആശ്വാസമായി അവർ പ്രാർത്ഥിക്കാൻ. അങ്ങനെ തോന്നി ഒരു കൈവക്കാൻ പറയും. അപ്പം അതുവരെ ഞാൻ ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലും എല്ലാവരും കണ്ണടച്ചിട്ടാണ് കൈവക്കാൻ പറയും. അപ്പം എല്ലാവരും കൈവക്കും. പരതിന് ധ്യാന അഭിഷേകാരന് കഴിഞ്ഞിരിക്കുന്ന സമയമുണ്ട്. മനുഷ്യന് ഭയങ്കര സന്തോഷമായി. ഒരു ധ്യാനത്തിൽ ഞാനിങ്ങനെ ചോദിച്ചപ്പോൾ മുൻഭാഗത്തിരുന്ന ഒരു പെൺകുട്ടി പെട്ടെന്ന് കൈകെട്ടി പിടിച്ചു. എന്നിട്ട് ഞാൻ കണ്ടു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി അവളെ കുണുങ്ങോ കുടിച്ചു. ഇങ്ങനെ അച്ഛൻ ശ്രദ്ധിക്കണം, ഞാൻ കൈവക്കിയിട്ടില്ല. അപ്പോൾ എല്ലാവരും കണ്ണടച്ചിക്കാൻ പറയുമ്പോൾ എന്നെ തന്നെ നോക്കണം. ഞാൻ കാണുകയും ചെയ്തു, കണ്ടില്ല, കുഴപ്പമില്ല. അത് കഴിഞ്ഞ് ഞാൻ എല്ലാവരെയും ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. രാത്രി 10:30. ഇവളെന്നെ തന്നെ നോക്കുവാണ്. ഞാൻ കൈപൊക്കിയില്ലെന്ന് അറിഞ്ഞിട്ടും ഈ സാധനം എന്നെ വിളിക്കുന്നില്ലേ എന്നാണ് ഇവിടെ നോക്കണം. അപ്പോൾ ഇവളെന്നെ തന്നെ നോക്കണത്. ഇനി വീണ്ടും എന്നെ ശ്രദ്ധയിൽപ്പെട്ടു. ഇനിയിപ്പോൾ എനിക്കാണ് നല്ല വിശപ്പ്. ഈ അഭിഷേകാരത്തിനുള്ള ഉച്ചയ്ക്ക് ഭക്ഷണമൊന്നുമില്ല. അവളെന്നെ തന്നെ നോക്കണം. ഞാൻ പറഞ്ഞു സംഗീതത്തിലേക്ക് വരാൻ പറഞ്ഞു. അപ്പോൾ അവളോട് ഞാൻ ചോദിച്ചു, നീ കൈപൊക്കിയില്ല എന്ന് ഞാൻ കണ്ടിരുന്നു, നിനക്ക് മാത്രം അനുഗ്രഹം ഒന്നും കിട്ടിയില്ല അല്ലേ? അപ്പോൾ പറഞ്ഞു, എനിക്കൊന്നും കിട്ടിയില്ല. തല്ലാൻ വരുന്നവരെയാണ് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, എന്നെ പറ്റി എന്താ നിന്റെ സങ്കടം? അപ്പോൾ പറഞ്ഞു, അച്ഛൻ ഞാൻ ധ്യാനം കൂടാൻ വന്നത് എനിക്ക് വേണ്ടിയിട്ടല്ല. ഓ, പരോപകാരിയാണല്ലേ, ആർക്ക് വേണ്ടിയാണ്? അവൾ പറഞ്ഞു, എനിക്കൊരു ആങ്ങളെ ഉണ്ടച്ചു. അപ്പനും അമ്മയും അവനെ ഓർത്ത് കരയാത്ത ദിവസങ്ങളില്ല. ഇങ്ങനെ മദ്യപിച്ച് ലഹരി കിട്ടാതെ വീണ്ടും വീണ്ടും മദ്യപിച്ച് ചിലപ്പോൾ ഒരാഴ്ച ഭക്ഷണം കഴിക്കാണ്ട് കടന്നു. അവൻ നോർമലല്ല. പിന്നെ ഈ ഡ്രസ്സൊക്കെ വെച്ച് അവൻ്റെ ഈ ക്യാൻസർ ആണ്, ഇങ്ങനെ ബ്ലീഡിങ് ആണ്. എന്നാലും ഇവരിത് പറ്റില്ല, ഇതില്ലാതെ ആര് പറഞ്ഞാലും അനുസരിക്കില്ല. വർഷം കുറേയായി ഈ അപ്പനും അമ്മയും കരയുന്നത് കണ്ടിട്ട്. ഞാൻ ഇവന്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കാൻ വേണ്ടിയിട്ട് വന്നത്. അഭിഷേകാരാധനയുടെ സമയത്ത് അച്ഛൻ കുറേ മെസ്സേജ് പറയുന്നത് കണ്ടല്ലോ. അവിടെ അനുഗ്രഹിക്കുന്നു, ഇയാളുടെ വേദന മാറുന്നു, യാഗ സൗഖ്യം ഉണ്ടാകുന്നു, വെയിറ്റ് പാസ്സാകുന്നു, മാനസാന്തരം. എന്നാൽ പിന്നെ എൻ്റെ ചേട്ടൻ്റെ കാര്യമെല്ലാം പറഞ്ഞു. പിന്നെ എനിക്ക് എന്തിനാച്ചോ സന്തോഷം? ഞാൻ എന്തിനാച്ചോ കൈവക്കുന്നത്? ഞാൻ ചോദിച്ചു, മോളെ, നിന്റെ ആത്മ മാനസാന്തരപ്പെടുമെന്ന് നിനക്ക് വിശ്വാസമുണ്ടോ? അപ്പോൾ ഇവിടെ വരുന്നവരുണ്ട്, ഇപ്പം അതും പോയി, ഇപ്പം അതുമില്ല. ഭയങ്കര ചങ്ങും കൂട്ടി പ്രാർത്ഥിച്ചിട്ട് ഒരു തീരുമാനമാകാതെ വന്നപ്പോണ്ടായ ഒരു ആമർഷമാണ്. അപ്പം ഞാൻ ചോദിച്ചു, മോളെ, ഞാനൊരു പ്രാർത്ഥന പറയാം. ഞാനും നീയും അത് 30 ദിവസം പ്രാർത്ഥിക്കുന്നു. ആ പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല.
ആ പ്രാർത്ഥന നിന്നു പോകാൻ പാടില്ല. എന്നുവെച്ചാൽ ഇപ്പോൾ 28 ദിവസം ചൊല്ലിയിട്ട് 29-ാം ദിവസം മുടങ്ങി ഉടനെ തുടങ്ങും. നിഷ്ഠമാണ്, നിഷ്ഠ. ഇപ്പോൾ ചോദിച്ചു വല്ല മെച്ചമുള്ള കേസാണോ? ഞാൻ പറഞ്ഞു നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുശേഷം ഞാൻ നിന്നെ കാണും. ഞാനത് കൗൺസിലിങ്ങിന് നമ്മളെ കണ്ടിട്ടില്ല. ആ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് എൻ്റെ ഫോൺ നമ്പർ എഴുതി മേടിച്ച് ഇവിടെ പോയി. അത് കഴിഞ്ഞ് കുറേ ആൾക്കാരെ കണ്ടു. പിറ്റേ ദിവസം അടുത്ത ധ്യാനത്തിന് ഞാൻ പോയി. സത്യം പറഞ്ഞാൽ 3-4 ദിവസം ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നു. ഞാൻ പിന്നെ തിരക്കിനിടയ്ക്ക് ഈ കൊച്ചിൻ്റെ കാര്യം പ്രാർത്ഥിക്കുന്ന കാര്യം ഞാൻ മറന്നുപോയി. കൃത്യം 1 മാസം കഴിഞ്ഞപ്പോൾ ഒരു ദിവസം രാവിലെ 5 മണിക്ക് ഞാൻ എഴുന്നേറ്റ് വരുന്ന സമയത്ത് എന്നെ അവൾ ഫോണിൽ വിളിച്ചു. ആൻ്റണി ഓർമ്മയുണ്ടോ? ഞാൻ പറഞ്ഞു ആരാണ്? 1 മാസം മുമ്പ് അവിടെ ധ്യാനത്തിന് വന്നൊരു പെണ്ണാണ്. ഓ ആരാണ്? ആങ്ങളെ മാനസാന്തരപ്പെടാൻ വേണ്ടി പ്രത്യേകം പ്രാർത്ഥനയൊക്കെ തന്നാണ്. അപ്പോൾ എനിക്ക് ഓർമ്മ കിട്ടി. എൻ്റെ ദൈവം, ഞാൻ ചോദിച്ചു എന്തായി? ഇന്ന് 30-ാമത്തെ ദിവസം ആച്ചോ ആങ്ങളെ കള്ളു കുടിക്കാൻ പോയിട്ടുണ്ട്. ഫോൺ കട്ട്. ഈ കള്ളു കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞതും അവൾ കട്ട് ചെയ്യും. ഭാഗ്യം എനിക്ക് മറുപടി പറയേണ്ടി വന്നില്ല. പക്ഷെ എന്നെ ഇത് സാരമായിട്ട് ബാധിച്ചു. സത്യത്തിൽ ഇവള് പോയിട്ട് എഴുതി 3 പ്രാവശ്യം പോയിട്ട് ധ്യാനിക്കാൻ കൂടെ വന്നതാണ്. അന്ന് അവളത് സൂചിപ്പിച്ചിരുന്നു. ആ ജഡ്ജിന് കുഴപ്പമില്ലെന്ന് പറഞ്ഞിരുന്നു. ഇതാണ് വിഷയം. ഞാൻ വളരെ വിഷമിച്ചാണ് അന്ന് 5:30 ആരാധന തുടങ്ങണം, നിത്യാരാധന ചാപ്പൽ തുറക്കാൻ പോകുന്നത്. ഇവളുടെ ഈ ഒരൊറ്റ ഡയലോഗ് പറഞ്ഞു വെച്ച് കട്ട് ചെയ്ത ആ സീനാണ്. സത്യത്തിൽ അന്ന് ഞാൻ വിശുദ്ധ കുർബാന അർപ്പിച്ചത് ഇന്ന് ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കരഞ്ഞു. ദൈവമേ, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഒരു പെൺകുട്ടി ഇത്രയും ചങ്ക് കൂട്ടി കരഞ്ഞിട്ട് നിനക്കൊരു മറുപടിയില്ലേ? ഇതിപ്പോൾ ഞാൻ നിന്റെ പേരിൽ പറഞ്ഞിട്ട് അവൾ എന്നെ തല്ലിയില്ലെന്നേ ഉള്ളൂ. കുർബാന കഴിഞ്ഞ് ഒരു വെള്ളിയാഴ്ച, ഇതുപോലെ ഒരു വെള്ളിയാഴ്ചയാണെന്ന് വെള്ളിയാഴ്ച കൗൺസിലിംഗ് പറഞ്ഞ് അവിടെ ഒരുപാട് പേര് വരുന്നതാണ്. ഞാൻ പിന്നെ അവളെ തിരിച്ചു വിളിക്കാനൊന്നും പോയില്ല. പക്ഷെ എൻ്റെ മനസ്സിലൊരു വലിയ ഭാരമായിപ്പോയി. ഉച്ച സമയമായി. ആ സമയത്തൊരു ഡിഗ്രി പഠിച്ചൊരു ചെറുപ്പക്കാരൻ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് പോകും. അവൻ പറഞ്ഞു അച്ചോ ILGS പരീക്ഷയ്ക്ക് ഡേറ്റ് എടുക്കാമെന്നാണ്. കൂട്ടുകാരൻ പറഞ്ഞത് മദർ ഹോമിലെ അച്ഛന്മാരെ കൊണ്ട് ഡേറ്റ് എടുത്ത് ജയിക്കുന്നു. ചുമ്മാ പറഞ്ഞാണ്. അത് ഞാനിവന് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കൊരു പ്രേരണ കിട്ടി. ഇവൻ്റെ കൂടെ വന്നിരിക്കുന്ന ആരാണോ അവനെ കണ്ടു പ്രാർത്ഥിക്കണം. ഞാനിങ്ങനെ അവനോട് ചോദിച്ചു, നീ ആരോടെയാ വന്നത്? എൻ്റെ ഫ്രണ്ടുണ്ട്. അവനാണ് ഇവിടെ പറഞ്ഞത്. അതവനല്ല, ഇത് ഓരോരുത്തരാണ്. ഇവൻ പള്ളിക്കാരത്തൊരുത്തരാണ്. ചോദിച്ചു, എനിക്ക് അവനിത് കാണാൻ പറ്റും? അവനിങ്ങനെയൊന്നും വരത്തില്ല. ചൊന്നു മദർ ഹോമിൽ ഒരു വലിയ ഗ്രൗണ്ടുണ്ട്, വലിയൊരു മാതാവിൻ്റെ. അപ്പോൾ ഇവൻ്റെ കോമ്പൗണ്ടിൽ അതിനകത്ത് കയറി. ഇവനകത്ത് കയറിയിട്ട് പുറത്ത് ഫോണിൽ ആരും വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു, എനിക്ക് അവനെ കാണും. വെറുതെ ഞാൻ ചൊല്ലിൻ്റെ കാര്യമൊന്നുമില്ല. അവൻ ഈ ലോഹ വെള്ളക്കുപ്പായം കാണുമ്പോൾ അവൻ തല്ലപ്പോൾ അങ്ങനത്തെ ഒരാളാണ്. എന്തോ പഴയ എന്താ ആന്തരികം കുറവാണ്. ഞാൻ പറഞ്ഞു എന്നാലും കണ്ടുകൊണ്ട്. അവസാനം ഞാൻ ഇവനെ അവിടെ ഇരുത്തിയിട്ട് പുറത്തിറങ്ങി. ഇവൻ നിൽക്കുന്ന സ്ഥലം പറഞ്ഞതുകൊണ്ട് അവിടെ ചെന്നു. ഉടനെ അവൻ ചോദിച്ചു, എന്നെയാണോ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് കാണണം. കണ്ടില്ലേ? ഞാൻ വരത്തില്ല. അവനൊരു ലിഫ്റ്റ് കൊടുത്താച്ചാൽ പോയിട്ട് വേറെ പണിയുണ്ടെന്ന് പറഞ്ഞു. വേഗം അവനെ കണ്ടോടാ. ഞാൻ അവനോട് പറഞ്ഞു, മോനെ 2 മിനിറ്റ്. ഞാൻ അവൻ്റെ കണ്ണിലേക്ക് നോക്കിയിട്ട് ഇപ്പം എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഇവനെ കാണുന്ന പറഞ്ഞു തീ കിടപ്പല്ലേ. ഇന്ന് ഞാൻ അവനോട് പറഞ്ഞ ഒരു വാചകം ഞാൻ ഓർക്കുന്നുണ്ട്. അവരുടെ ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. നമ്മളൊരു പുതിയ വണ്ടി മേടിച്ചിട്ട് നല്ലൊരു കാറ് വാങ്ങിയിട്ട് ആ കാർ പിറ്റേ ദിവസം മുതൽ വേസ്റ്റ് എടുക്കാൻ വേണ്ടി, ഹോട്ടലിലൊക്കെ പന്നിക്ക് വേസ്റ്റൊക്കെ കൊണ്ടുപോകും. അങ്ങനെ വേസ്റ്റ് എടുക്കാൻ വേണ്ടി ആ പുതിയ വണ്ടി ഉപയോഗിച്ചാൽ ഒരു 5 മാസങ്ങൾക്ക് ശേഷം ഒരു കല്യാണത്തിന് പോകാൻ, ഒരു നല്ല കാര്യത്തിന് ഈ വണ്ടി ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവൻ ചോദിച്ചു, ഇത് അച്ഛാ എന്നാ ഇങ്ങനെ ചോദിക്കുന്നത്? അതറിയാൻ പാടില്ലേ? അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ഞാൻ പറഞ്ഞു, മോനെ, ആദ്യ കുർബാന സ്വീകരിച്ചപ്പോഴും
സൺഡേ സ്കൂളിൽ പഠിച്ചപ്പോഴും നീയും നിന്റെ ആത്മാവൊക്കെ എത്ര സുന്ദരമായിരുന്നു. എന്നിട്ട് ഇപ്പം അത് സകലമാന കൊള്ളരുതായ്മയ്ക്കും ഇങ്ങനെ വിട്ടുകൊടുത്ത് ഒരുവിധം ഇങ്ങനെ മാലിന്യം കൂമ്പാരമായി ഇങ്ങനെ ചണ്ടിയായിട്ട് ഇപ്പൊ നിന്റെ മനസ്സിൽ നിന്നോ നിന്റെ കണ്ണിൽ നിന്നോ നിന്റെ ജീവിതത്തിൽ നിന്നോ ഒരു നല്ല കാര്യം ചെയ്യാൻ പറ്റുന്നില്ലല്ലോടാ കൊച്ചനെ. ജ്ഞാനത്തിന്റെ പുസ്തകം 17:3 വിസ്മൃതിയുടെ ഇരുണ്ട മറയ്ക്കുള്ളിൽ തങ്ങളുടെ രഹസ്യഭാവങ്ങൾ കണ്ടുപിടിക്കപ്പെടുകയില്ല എന്ന് തെറ്റിദ്ധരിച്ചവർ ഭയചകിതരായി ചെതറിപ്പോകുന്ന ദിവസം വരുന്നു. എന്തോ ആ വചനം കേട്ട് കഴിഞ്ഞപ്പോ ഞാനിങ്ങനെ ശക്തമായിട്ടാണ് അവനോട് സംസാരിച്ചത്. പറഞ്ഞു, അച്ഛൻ പറഞ്ഞു ശരിയാണ്, എനിക്ക് നല്ല കാര്യങ്ങളൊന്നും ചെയ്യാൻ താല്പര്യമില്ല. ഞാൻ പള്ളിയിൽ പോകാറില്ല, പ്രാർത്ഥിക്കാറില്ല, ജപമാല ഇടാറില്ല, എനിക്ക് എല്ലാത്തിനോടും നീരസമാണ്. ഞാനിങ്ങനെ തോളത്തേക്ക് വിളിച്ചു കൊടുക്കും, ആ ഇച്ചിരി വർത്താനം പറയണവേ. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞടാ, നാളെ യൂത്ത് റിട്രീറ്റ് ആരംഭിക്കാം, നീ വരണം. പറഞ്ഞതാ, വന്നേക്കാം. അന്ന് രാത്രി എനിക്ക് വീണ്ടും ഫോൺ വരികയാണ്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള ദിവസമായിരുന്നു. രാവിലെ 5 മണിക്കത്തെ കോള് വൈകിട്ട് 9 മണിക്ക് വരികയാണ്. അച്ചോ, ഒരു സോറി പറയാൻ വിളിച്ചതാണ്. നാളെ ആങ്ങളെ ധ്യാനത്തിന് പോവാണ്. അച്ഛൻ ഇന്ന് അവനെ കണ്ടിരുന്നു. അവൻ വീട്ടിൽ വന്ന് ധ്യാനം കൂടാൻ പോവാണെന്ന് പറഞ്ഞു. ഞാൻ വരുന്നുണ്ട് അവനെയും കൊണ്ട്. നാളെ നമ്മൾ കാണാം. എനിക്ക് അച്ഛനോട് സോറി പറയാം. എൻ്റെ വിഷമം കൊണ്ട് ഞാൻ എന്തൊക്കെ പറഞ്ഞുപോയി. ഇന്നും എൻ്റെ മനസ്സിൽ കിടക്കുന്ന ഓർമ്മയെ തന്നറിയുമോ? അവൻ ധ്യാനത്തിൻ്റെ ഫ്രണ്ടിലിരുന്ന്, ആ ധ്യാനകേന്ദ്രത്തിൻ്റെ മുൻവശത്തിരുന്ന് സുന്ദരമായി വചനം കേട്ടു. കാലങ്ങൾ കൂടി അവർ നല്ല ഉപസാരം നടത്തി. അത് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് അവനവൻ്റെ പഠനം നിർത്തിവെച്ചത് പുനരാരംഭിച്ചു മംഗലാപുരത്ത്. അടുത്ത അവധിക്ക് ഹൈന്ദവരായ അവൻ്റെ 3 സുഹൃത്തുക്കളെ കൊണ്ട് ധ്യാനം കൂടാൻ വന്നു. അവനിപ്പോൾ ഒരു സുവിശേഷ വേലയുടെ ഭാഗമായി മാറി. ഇപ്പോഴും ഈ പെൺകുട്ടി ഇടയ്ക്കൊക്കെ എന്നെ വിളിക്കാറുണ്ട്. അവൾ പറഞ്ഞു, സന്തോഷമുണ്ട് അച്ഛാ, എനിക്ക് വേറൊന്നും വേണ്ടത്. കഴിഞ്ഞവൾ UK-ലെത്തി. അപ്പം ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം എന്നറിയോ, നമ്മൾ മനസ്സൊരുക്കി ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ നിർണായകമായ സമയത്ത് നമ്മൾ നനച്ചിരിക്കാത്ത നേരത്ത് ചില ആത്മീയ ബോധ്യങ്ങളും ആത്മീയ സത്യങ്ങളുമായി ദൈവം ഇറങ്ങി വരുന്നേ. നമ്മൾ വീണെടുത്ത് നമ്മൾ എഴുന്നേൽക്കും, നമ്മൾ കരഞ്ഞെടുത്ത് നമ്മൾ ചിരിക്കും, നമ്മൾ പരാജയപ്പെടുത്ത് നമ്മൾ വിജയിക്കും. നമ്മൾ പരാജയപ്പെട്ടു പോയെടുത്ത് ആർക്കും പ്രതിരോധിക്കാൻ പറ്റാത്തൊരു ആത്മവീര്യത്തിൻ്റെ പിൻബലത്തോടെ നമ്മൾ എഴുന്നേറ്റ് നിൽക്കും. നമ്മൾ ജീവിതത്തിൽ വിജയിക്കും. യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യും, എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. വചനം എന്താണ്? യെശയ്യാ ഒന്ന് പറഞ്ഞേ, ഒന്ന് പറയുള്ളവർക്ക് വണ്ടിക്ക്. യെശയ്യാ, എൻ്റെ ദൈവം നിങ്ങളൊന്ന് പറഞ്ഞ യെശയ്യാ. യെശയ്യാ 41. നമുക്കതൊന്ന് ഒരുമിച്ച് പറയാം. നല്ല വചനം. ഭയപ്പെടേണ്ട. എല്ലാവരും ആയില്ലേ? എനിക്കതൊരു വിഷമമാണ്. ഞാൻ തന്നെ അങ്ങനെ പറയാൻ നോക്കേണ്ട. കൊള്ളാം, എല്ലാവരും പറയണേ. ദൈവവചനമാണ്. ഈശോ എന്താ പറയുക? എന്നെ ആദരിക്കുന്നവരെ ഞാൻ ആദരിക്കുന്നു. ഇനി ഈശോ എന്താ 10:38 എന്താ പറയുന്നത്? മനുഷ്യൻ്റെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗ്ഗസ്ഥനായ ഞാനും ഏറ്റുപറയും. ഈ 10 പേർ തമ്മിൽ ഒരു വചനം പറഞ്ഞാൽ നാളെ ഒരു പ്രതീക്ഷ ഉണ്ടെന്നാണ് ഈശോ പറഞ്ഞത്. ഒന്ന് പറയണേ. യെശയ്യാ 41:10, ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ സഹായിക്കുകയും ശക്തിപ്പെടുത്തുകയും എൻ്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയ. അപ്പം എൻ്റെ ഒരു ഒന്നാമത്തെ എൻ്റെ ചിന്ത ഞാൻ പൂർത്തിയാക്കാണ്. നമുക്കൊരു ബോധ്യമുണ്ടാവട്ടെ, ദൈവം എന്നെ സഹായിക്കും, ദൈവം എൻ്റെ കണ്ണുനീര് തുടയ്ക്കും, ദൈവം എൻ്റെ ജീവിതത്തിൽ ഇടപെടും. ഈ ദിവസങ്ങൾ എനിക്ക് വഴി തുറക്കപ്പെടുന്ന ദിവസങ്ങളാണ്. കാരണം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം സന്ദർശിച്ച എത്രയോ, അല്ലെ, പുസ്തകപ്പെടുന്ന 10-ാം അധ്യായത്തിലെ പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ
കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ദൈവവചനം പ്രഘോഷിക്കപ്പെടുന്ന ഇടങ്ങളിൽ നിശ്ചയമായും പരിശുദ്ധാത്മാവിന്റെ ചലനം സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഈ ധ്യാനത്തിന്റെ ആമുഖത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ മടുത്തു ക്ഷീണമാകുന്നുണ്ടോ? ഇരുന്ന് മടുത്ത് എഴുന്നേക്കണം? ഇല്ല ഇല്ല. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ, ശരിക്കും എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. നിങ്ങൾ ഇത്രയും പേര് വചനം കേൾക്കാൻ വന്നല്ലോ. ദൈവവചനം കേൾക്കാൻ നിങ്ങൾ സമയം മാറ്റി വെച്ചത് ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. അപ്പോൾ ഇതിനകത്ത് ശരിക്കും ചിലപ്പോഴെങ്കിലും മനുഷ്യരെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ വചന ഫീൽഡിൽ തന്നെയായിരുന്നതുകൊണ്ട് എനിക്ക് വീണ്ടും ഇങ്ങനെ അവസരം എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ചിലർ പറയാം, ധ്യാനം എന്നൊക്കെ പറഞ്ഞ എന്തോ രോഗശാന്തി ശുശ്രൂഷയല്ലേ? ഞാൻ വരികയല്ല, വലിയ പ്രശ്നങ്ങളുള്ളവർക്കല്ലേ ധ്യാനം, എനിക്കിപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. വാസ്തവത്തിൽ എന്താണ് പ്രിയപ്പെട്ടവർ ധ്യാനം? ധ്യാനം ഞാൻ വിചാരിക്കുന്നു, ധ്യാനം എന്നൊക്കെ പറയുന്നത് ഒരു ആത്മശോധനയാണ്. ഇത് രോഗശാന്തി ശുശ്രൂഷയൊന്നുമല്ല. യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശു പറഞ്ഞില്ലേ, 6-ാം അധ്യായം 44, എൻ്റെ പിതാവിനാൽ ആകർഷിക്കപ്പെടാതെ ആരും എൻ്റെ അടുക്കിലേക്ക് വരുന്നില്ല. അപ്പോൾ ഈ രാത്രി നിങ്ങൾ ഈ പള്ളിയിൽ കയറി എന്നതിന് ഒറ്റ അർത്ഥമുള്ളൂ, ഈ ധ്യാനത്തിൽ ദൈവം നിങ്ങളെ ആകർഷിച്ചു. നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ പറഞ്ഞില്ലേ, ഇപ്പൊ പഴയ പോലെ അല്ല ചേട്ടാ, നീ ഇപ്പൊ നിനക്കിപ്പോ പഴയ സ്വഭാവമല്ല, നിന്റെ ദേഷ്യം കൂടി, നീ എവിടാണ്? നിന്റെ സഹോദരൻ എവിടാണ്? നിന്റെ ബന്ധങ്ങൾ പലപ്പോഴും വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ പേരൻസ് പറയാറില്ലേ, നീ ഇങ്ങനെ സംസാരിക്കണത്, നിനക്കിപ്പോ എന്താ ഭയങ്കര ദേഷ്യം, നീ ഭയങ്കര മാറിപ്പോയി. സാറായുടെ ദാസിയായ ഹാഗാറേ, നീ എവിടുന്ന് വരുന്നു, എവിടേക്ക് പോകുന്നു? 16:8. നീ എങ്ങോട്ടാ പോയിക്കൊണ്ടിരിക്കണം? ഇങ്ങനെ പോയത് എവിടെ എത്തും? എലിയാ, നീ അവിടെ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? നിന്റെ വ്യാപാരങ്ങളിൽ, നിന്റെ സ്വകാര്യതകളിൽ എന്തെടുത്തുകൊണ്ടിരിക്കുകയാണ്? അടിസ്ഥാനപ്പെട്ട ഈ 4 ചോദ്യങ്ങൾക്ക് നിങ്ങൾക്കൊരു വ്യക്തമായ മറുപടിയിൽ എത്തിച്ചേരാൻ പറ്റുന്നുണ്ട്, നിങ്ങൾ വിജയിച്ചു. അപ്പൊ ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക് മടങ്ങുക, ദൈവത്തിങ്കിലേക്ക്. വിലാപങ്ങളുടെ പുസ്തകം 3:40, നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. അത് രസമല്ലേ വചനം? അതൊന്ന് മനസ്സിലാക്കിക്കൊണ്ട് പറയണേ, ഒത്തിരി ഒച്ചയൊന്നും പറയണ്ട, ആ വചനം മനസ്സിലാക്കി പറയണേ. നമുക്ക് നമ്മുടെ മാർഗങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ച് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരാം. ബാറൂക്ക് 4:28, ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ തിരികെ വന്ന് ദൈവത്തെ തേടാം. ദൈവത്തിൽ നിന്ന് അകലാൻ കാണിച്ചതിന്റെ 10 ഇരട്ടി തീഷ്ണതയോടെ. ജോയൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായത്തിന്റെ 12, 11, 12. ജോയൽ 2, 11, 12. ഇപ്പോഴെങ്കിലും വലിയ വിലാപത്തോടും നെടുവീർപ്പോടും കൂടെ ദൈവമായ കർത്താവിലേക്ക് മടങ്ങി വരുവിൻ. നിന്റെ വസ്ത്രമല്ല കീറേണ്ടത്, ഹൃദയമാണ്. വാസ്തവത്തിൽ ധ്യാനം എന്നൊക്കെ പറഞ്ഞുണ്ടല്ലോ, ഇങ്ങനെ ദൈവത്തിങ്കിലേക്ക്, ഇങ്ങനെ ദൈവം പ്രതീക്ഷിക്കുന്ന നിലവാരത്തിലേക്ക് മടങ്ങി വരുന്നതാണ്. എനിക്ക് ബൈബിളിൽ ഒരു കഥാപാത്രം നിങ്ങൾ ശ്രദ്ധിച്ചു, മത്തായി സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 10. ഏതാണ് വചനം? മത്തായി 8:10. ബാക്കി എന്താണെന്നറിയോ? യേശു ആശ്ചര്യപ്പെട്ടു പറഞ്ഞു. അതാണ് വചനം. ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ, സുവിശേഷം വായിച്ചപ്പോൾ, ഈ ആശ്ചര്യപ്പെടുക എന്ന വാക്ക് 10 പ്രാവശ്യം ബൈബിളിൽ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ശ്രദ്ധിക്കണേ, ഒരു മർമ്മം പറയണം. മർമ്മം ബൈബിളിൽ ആശ്ചര്യപ്പെടാത്ത പ്രാവശ്യമുണ്ട് 10 പ്രാവശ്യം. പക്ഷേ ഈ 10-ൽ 9 തവണയും ആശ്ചര്യപ്പെട്ടത് കർത്താവല്ല, അവന്റെ വാക്ക് കേട്ട് ദേശാധിപതി ആശ്ചര്യപ്പെട്ടു. അപ്പം വർദ്ധിപ്പിക്കുന്നത് കണ്ടപ്പോൾ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു.
കടലിലെ കാറ്റിനെ ശാന്തമാക്കിയപ്പോ ശിഷ്യന്മാർ ആശ്ചര്യപ്പെട്ടു പറഞ്ഞു, ഇവനാര് എന്ന് പറഞ്ഞ ഈ പരസ്യകാലത്ത് ജനക്കൂട്ട ശിഷ്യന്മാർ ചെയ്ത് ഏക പണി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആശ്ചര്യം ആശ്ചര്യം. അതാണ് അവരങ്ങനെ ചെയ്തു. പക്ഷേ ഒരിടത്ത് മാത്രം, ഒരിക്കൽ മാത്രം നമ്മളിങ്ങനെ വായിക്കും, യേശു ആശ്ചര്യപ്പെട്ടു. എന്നാ പറ്റിടാവേ ഇത്ര ചെങ്ങോട്ട് വട്ടടിക്കാൻ? എന്താ കോണ്ടസ്റ്റ് എന്നറിയാം? ഒരു ശതാധിപൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തിയിട്ട് അവൻ്റെ ഭൃത്യന്മാരിൽ ഒരുത്തനെ സുഖപ്പെടുത്തണം പറയണം. അപ്പൊ ഈശോ പറഞ്ഞു, ഞാൻ വരാം. അപ്പൊ ഈ ശതാധിപൻ പറയണം, നീ വരാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് ഒരു വാക്ക് പറഞ്ഞ പോരെ. ഈ ശതാധിപൻ എന്ന് പറയുന്നത് ഒരു റോമൻ ഒഫീഷ്യലാണ്. അവൻ്റെ കീഴ് ധാരാളം സ്റ്റാഫുണ്ട്. അവനൊരു സ്റ്റാഫിനെ വിട്ടിട്ട് വിളിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്താൻ അവൻ അലങ്കരിക്കുന്ന പദവിയോ സമൂഹം നീട്ടിക്കൊടുത്ത സ്ഥാനമോ അവനെ തടസ്സപ്പെടുത്തിയില്ല. അവനിങ്ങനെ ദൈവസന്നിധിയിൽ വന്ന് മുട്ടുകുത്തുവാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കാറുണ്ട്, ഓ ഇപ്പം ഞാൻ പള്ളിയിൽ പോയ ആൾക്കാരുടെ പേര്, ഇപ്പം എനിക്കിപ്പോൾ പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ട്. പക്ഷേ ഈ കർത്താവിലേക്ക് ഇളമയോടെ മടങ്ങി വരുന്ന ഈ ശതാധിപനെ കണ്ടപ്പോഴാണ് ഈശോ ഒരിക്കൽ മാത്രം ആശ്ചര്യപ്പെട്ടത്. പണ്ട് ഞാൻ ഇടവകയിലായിരുന്നപ്പോൾ ഒരു ചേട്ടൻ അണക്കരയിൽ ധ്യാനിക്കാൻ പോയിട്ട് എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടെന്നുണ്ട്. അണക്കര ഡൊമിനിക്കച്ചൻ്റെ അടുത്ത് ധ്യാനിക്കാൻ പോയി, ഭയങ്കര തിരക്കാൻ. അപ്പോ പുള്ളി പറഞ്ഞു, ഒരു സംഭവം ഉണ്ടായിച്ചു. എന്താ? ഞാൻ നേരത്തെ പോയി, എനിക്കൊരു കട്ടിലൊക്കെ കിട്ടി, ഭയങ്കര തിരക്ക്. ഒരു പുള്ളി ലേറ്റായിട്ട് വന്നിട്ട് കട്ടിലൊന്നും കിട്ടിയില്ല. അവസാനം ഇവിടുന്ന് ഒരു ചാക്ക് പോലത്തെ ഒരു ചാപ്പാളെന്തോ കിട്ടി, അതും ചുരുട്ടി ഈ പുള്ളി ഞങ്ങളുടെ ഫ്ലോറിൽ കിടക്കാൻ പോകും. അയാൾക്ക് സ്ഥലമില്ലാത്തതുകൊണ്ട് എൻ്റെ കട്ടിലിൻ്റെ താഴെയാണ് ഇയാൾ കിടക്കുന്നത്, നിലത്ത്. ഇയാൾ വന്ന് നിലത്ത് കിടന്നു പാടെ. ഞാൻ നോക്കിയിട്ട് ഇയാൾ എവിടെയോ കണ്ട പോലെ ഒരു പരിചയം. നമുക്കൊരു കുഴപ്പമുണ്ട്, ഒരാളെ കണ്ടിട്ട് എവിടെയോ കണ്ട പരിചയം പോലെ തോന്നിയാൽ അതാരാണ് നമ്മളിങ്ങനെ ചിന്തിച്ചുകൊണ്ട്, റൈറ്റ്? നിങ്ങൾക്ക് അങ്ങനത്തെ കുഴപ്പമില്ല. എനിക്കങ്ങനെയുണ്ട് ഇല്ല, അങ്ങനെയുണ്ട്. അപ്പൊ ചേട്ടാ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ ധ്യാനത്തിൽ മിണ്ടാൻ പറ്റത്തില്ല, ചോദിക്കാൻ പേടി. അയാൾ വന്ന് പ്രാർത്ഥിച്ച് കിടക്കുക. ഒരു തരത്തിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഇയാളുടെ ബന്ധുക്കളുള്ളൂ പരിചയങ്ങളുള്ളൂ, ഇത് ആരാണെന്ന് കിട്ടുന്നു. പക്ഷെ നല്ല പരിചയം. പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കാൻ വേണ്ടി പ്ലേറ്റ് പിടിച്ച് കീറി നിൽക്കുമ്പോൾ ഇയാളെ പിന്നെ നോക്കി നിൽക്കണം. ചേട്ടാ ഇയാളെ എവിടെയോ കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് മനസ്സിലായി, ഇനി ഞാനിത് ചോദിച്ചില്ലെങ്കിൽ ധ്യാനം എഴുതി എത്തിച്ചുകൊണ്ടിരിക്കും, ധ്യാനമാണ്. അതുകൊണ്ട് രണ്ടും കൽപ്പിച്ച് ഏറ്റുമുട്ടാൻ തീരുമാനിച്ചു. ഇയാള് അടുത്തെന്നിട്ട് പറഞ്ഞു, നമ്മളിവിടെ കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ പറയണം. കണ്ടിട്ടില്ല. ഇയാളിങ്ങനെ പശു വിമാനം കണ്ടു. നമ്മൾ പരിചയം പശു വിമാനം കാണാൻ ശ്രദ്ധയില്ലേ? പശുവിന് മനസ്സിലാവില്ല വിമാനം. പശുവിന് കണ്ണുള്ളൂ. കണ്ണൊക്കെ പുറത്തേക്ക് വരും. പശു എന്ന് പറഞ്ഞാൽ മനസ്സിലായി, 4 കാലം. അപ്പോ ഇയാള് പറഞ്ഞു, എനിക്ക് പരിചയമില്ല. പരിചയമുണ്ടെന്നേ. ഇയാളുടെ പേരെന്താ? അപ്പോൾ പറഞ്ഞു, എൻ്റെ പേര് കുര്യൻ. കുര്യൻ? എനിക്ക് പരിചയം മുഴുവൻ പേര് പറഞ്ഞു. എൻ്റെ പേര് ജസ്റ്റിസ് കുര്യൻ ജോസഫ്. ഇയാൾ വലിയ ടീമല്ലേ? ഇയാൾ ജഡ്ജൊക്കെ, ഇയാളത്തെ താഴെ. ഞാൻ ലേറ്റായി പോയി, എനിക്ക് കട്ടിലുണ്ട്. ദൈവാനുഭവത്തിന് കട്ടിലെ കിടക്കേണ്ട കാര്യമില്ല. മറുപടി, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയ ഈ മനുഷ്യനാണ് തറയിൽ കിടന്ന് ധ്യാനം കൊടുക്കുന്നത്. ഇയാളോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു
ദൈവസന്നിധി വന്ന് കൈകൂപ്പി നിൽക്കാൻ, ദൈവസന്നിധി വന്ന് പാപങ്ങളോർത്ത് മാപ്പ് ചോദിക്കാൻ. നമ്മുടെ പദവിയോ നമ്മുടെ സ്ഥാനമോ സമൂഹം നൽകുന്ന അംഗീകാരം ഒന്നും വിഷയമാവല്ലേ, ഒന്നും വിഷയമാവല്ലേ. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിലേക്ക് പോകണം. നമ്മളൊക്കെ എവിടെ കിടന്നവരാണ്? ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ എവിടെ ധ്യാനിച്ചാലും പറയും, ഞാൻ എൻ്റെ വീട് ഓലപ്പരയായിരുന്നു. ഓലപ്പര, മെഴുകിയ ചാണകം കൊണ്ട് മെഴുകിയ തറ. ഞങ്ങളുടെ വീട്ടിൽ 11 പിള്ളേരാണ്. ഞാൻ വീട്ടിൽ 10ാമത്തെ ആളാണ്. 7 ആൺമക്കൾ, 4 പെൺമക്കൾ, ഒരു പെങ്ങൾ സിസ്റ്ററാണ്. ഞാനിപ്പോൾ ഓർക്കാറുണ്ട്, എൻ്റെ വികാരിച്ച് പറയും, നിങ്ങൾ ഒരു ഇടവകയാക്കി തരാമോ? ഒരു സിസ്റ്ററുമായിരുന്നു, മണോന്നുള്ളത് അച്ഛനുമുണ്ട് പറഞ്ഞാൽ. ഇപ്പം എല്ലാവരും കൂടി 40 പേരുണ്ട്, ചേട്ടന്മാരെല്ലാം പിള്ളേരെല്ലാം. ശരിക്കും ഞാൻ ഓർക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ, അപ്പച്ചന് വലിയൊരു തേങ്ങാ കച്ചവടം പറഞ്ഞാൽ 2 വലിയ കൊപ്രാട്ടി. ഞങ്ങൾ 5-6 ആൺപിള്ളേരുണ്ടല്ലോ, അതിനകത്ത് കുത്തിയിരുന്ന് ഈ തേങ്ങാപ്പണി പറഞ്ഞു ഇത് പൊട്ടിച്ച് കൊപ്രയാക്കി വിൽക്കലാണ്. പക്ഷെ അപ്പനൊരു പുണ്യം ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ 4:45 മണിക്ക് അപ്പൻ എഴുന്നേറ്റ് വരും. എന്നിട്ട് ഈ 4:45 മണിക്ക് അപ്പച്ചനൊരു കൊന്തയുണ്ട്. അപ്പച്ചൻ ഈ കൊന്ത ചൊല്ലുന്ന സമയത്ത് നിലത്ത് ഈ മൺകട്ട ഭിത്തിയിൽ തഴപ്പായിൽ ഞാനും എൻ്റെ അനിയത്തി 11-ാമത്, ഞാൻ 10, ലാസ്റ്റ് പീസ് അൽഫോൻസ് കളിപ്പ് ജർമ്മനിയിലുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ കിടന്നുറങ്ങുന്നത്. അപ്പച്ചൻ്റെ ഒരു പുണ്യമായിരുന്നു ഈ 2 മക്കളെ എടുത്ത് മടി വെക്കും. അപ്പച്ചന് വലിയ കുടവയർ. അപ്പം ഈ കൊന്ത ചൊല്ലുമ്പോൾ നന്മറിഞ്ഞ ചൊല്ലുമ്പോൾ ഈ കുടവയറിങ്ങനെ പൊങ്ങോ താഴ്ച നന്മറിഞ്ഞ ശ്വാസം എടുക്കും. അപ്പോൾ ശരിക്കും ഈ 4:45 മണിക്ക് ഈ വയറെ കിടന്നുറങ്ങാൻ ഒരു സുഖമാണ്, ഒരു താളമാണ്. എന്നിട്ട് ഈ വയറിലേക്ക് ഞങ്ങളിങ്ങനെ കിടത്തി ഇങ്ങനെ പോയി. അപ്പോൾ ഒരു കൊന്തയുടെ ഷേപ്പാണ്. ഈ നന്മ നിറഞ്ഞ മറിയമേ ചൊല്ലുന്നതിൻ്റെ ഇടയ്ക്ക് അപ്പന് ഇത്തിരി സങ്കടം പഠിച്ച ദിവസമാണ്. കച്ചവടം മോശമാണ്, ബാങ്കിൽ നിന്ന് വിളിച്ചിട്ടുണ്ടാവും, കടം വാങ്ങിയൊരു തിരിച്ചു വയ്ക്കാൻ പറ്റും. അപ്പൊ ഈ അപ്പൻ നന്മ നിറഞ്ഞ മറിയമേ എന്ന് പറഞ്ഞിട്ട് ഒറ്റ കരച്ചില്ല. അപ്പൻ്റെ കണ്ണീരുണ്ട് എൻ്റെ നെറ്റിത്തടത്തിൽ എത്രയോ തവണ വീണിരിക്കുന്നു. കണ്ണീരിന് ഒരു ചൂടുണ്ട്. അപ്പൻ്റെ കണ്ണീര് നെറ്റിത്തടത്തിൽ വീണ് കൊള്ളുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ടുണ്ട്. ഞാനിങ്ങനെ അവളുടെ നെറ്റിയിൽ തന്നു, നിന്റെ തലയിൽ വീണു, എൻ്റെ തലയിൽ. അപ്പോൾ കുഞ്ഞാഞ്ഞയുടെ തലയിലുണ്ട്, എൻ്റെ തല. അപ്പച്ചൻ കരയുമല്ലേ, നമുക്ക് ഒന്നല്ല എന്ന് പറയും. ആ കുഞ്ഞു ഞാൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയുടെ ആ മിന്നിയ വെളിച്ചത്തിൽ, ദൈവമേ, ആ ഒരു അവസ്ഥയിൽ നിന്ന് എന്തുമാത്രം എന്നെ നീ വളർത്തി, ഞങ്ങളുടെ കുടുംബത്തെ വളർത്തി, ഞങ്ങളുടെ തലമുറകളെ വളർത്തി. ഇപ്പൊ എന്തൊരു ഐശ്വര്യമെന്നറിയും. പക്ഷേ ആ ഓർമ്മയുടെ പിന്നാമ്പുറങ്ങളിൽ കിടക്കുന്ന ദൈവസ്നേഹത്തിന്റെ, ദൈവ അനുഭവത്തിന്റെ, ദൈവ അനുഗ്രഹത്തിന്റെ ആ നല്ല ഓർമ്മകൾ. 1 കൊരിന്ത്യർ 15:10 ഞാൻ എന്തായിരിക്കുന്നു എന്ന് ദൈവസന്നിധിയിലേക്ക് ഇങ്ങനെ ചേർന്ന് വരാൻ നമ്മളെ പ്രചോദിപ്പിക്കുക. പ്രഭാഷകന്റെ പുസ്തകം 33:16 കാലാപറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ ഏറ്റവും പിന്നിലായിരുന്നു ഞാൻ, എന്നാൽ കർത്താവിന്റെ കാരുണ്യം നിമിത്തം ഞാൻ ഏറ്റവും മുൻപന്തിയിലെത്തി. എന്ത് രസമാണ് നമുക്കൊന്ന് പറയാം. എല്ലാവരും പറയണേ, കാലാപറുക്കുന്നവനെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ ഞാൻ ഏറ്റവും പിന്നിലായിരുന്നു, എന്നാൽ ദൈവത്തിന്റെ കാരുണ്യം നിമിത്തം ഞാൻ ഏറ്റവും മുൻപന്തിയിലെത്തി. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് ധ്യാനം എന്നൊക്കെ പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, ആ ദൈവാനുഭവത്തിന്റെ പച്ചപ്പിലേക്ക്, ദൈവം തന്ന അനുഗ്രഹങ്ങളിലേക്ക് ഒരു മടക്കയാത്ര നടത്തുക. എന്നിട്ട് ആ ആത്മശോധനയിൽ വചനം കേട്ട് വിശുദ്ധീകരിക്കപ്പെടും. നമ്മളെ ഇപ്പം ധ്യാനിപ്പിക്കുന്നത് ആന്റണീച്ചറല്ല, ഈ തിരുവചനം മാത്രമാണ്. യേശു പറഞ്ഞു, യോഹന്നാൻ 15:3, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചന നിമിത്തം നിങ്ങൾ ശുദ്ധിയുള്ളവരായി.
ബൈബിൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം തന്ന് സത്യവചനത്തിൻ്റെ മുമ്പിലിരുന്ന് നമ്മളെ ഒന്ന് കഴുകി തോർത്തിയെടുക്കുക. ജെറമ്യാ 4:14, നിന്റെ ഹൃദയത്തിൽ നിന്ന് ദുഷ്ടത കഴുകിക്കളയുക. എത്ര കാലമാണ് ദുഷിച്ച ചിന്തകളും പേറി നീ നടക്കുക. ഇപ്പം ഞാൻ പറഞ്ഞത് ദൈവസ്നേഹത്തിൻ്റെ അനുഭവത്തിലേക്ക് മടങ്ങി വന്ന് ആ കേട്ട വചനത്തിൽ നമ്മളെ തന്നെ കഴുകി തോർത്തി കുമ്പസാരക്കൂട്ടിലെടുക്കുക. അതിനുള്ള ഒരു ദിവസമാണ് ഇന്നും നാളെയും മറ്റന്നാളും. ഓർമ്മിച്ച് പറഞ്ഞ ഹല്ലേലൂയ. ഇനി പ്രധാനപ്പെട്ട വിശുദ്ധീകരിക്കുന്നത് വചനമാണെങ്കിൽ ദൈവവചനം കേൾക്കുമ്പോൾ നമ്മളിൽ സംഭവിക്കുന്ന 4 ആത്മീയ അനുഗ്രഹങ്ങളാണ് ഇനി ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബോധ്യം ഉണ്ടാവട്ടെ, ദൈവീയ ദിവസങ്ങൾ നമ്മളെ തൊടും. 2, ധ്യാനം എന്ന് പറയണത് ഒരു ആത്മശോധനയിൽ വചനത്താൽ കഴുകപ്പെടുന്ന അവസ്ഥയാണ്. 3, അങ്ങനെ കഴുകപ്പെടുന്നെങ്കിൽ നീ ജീവന്റെ വചനത്തിൻ്റെ മുമ്പിൽ ശാന്തമായിരിക്കാൻ പഠിക്കും. സങ്കീർത്തനം 119 അധ്യായത്തിൻ്റെ 130, അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് പകരും. വചനം സങ്കീർത്തനം. നിങ്ങൾ മടുത്തോ? എഴുന്നേക്കണം, മടുത്തോ? എനിക്കിന്നൊരു 10 വരെ തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞപ്പോഴത്തേക്കൊന്നും എത്തിയില്ല. പേടിക്കില്ല, ഞാൻ നിർത്തും. തീർച്ചയായിട്ടും പറഞ്ഞപാട് ഒരാൾ എഴുന്നേറ്റ് പോകാൻ പോലെ. അങ്ങയുടെ വചനത്തിൻ്റെ ചുരുളഴിയുമ്പോൾ പ്രകാശം പരക്കും, എളിയവർക്ക് അത് അറിവ് പകരും. അതായത് വചനം കേൾക്കുമ്പോൾ ആദ്യം സംഭവിക്കുന്ന കാര്യം മനസ്സിൽ വലിയ ആശ്വാസം ഉണ്ടാവുന്നു. അപ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ആശ്വാസം ഉണ്ടാവുന്നു, പ്രകാശം ഉണ്ടാവുന്നു, പ്രത്യാശ ഉണ്ടാവുന്നു. ആണ് വചനത്തിൻ്റെ ഒന്നാമത്തെ പ്രത്യേകത. ഞാൻ പറയാറുണ്ട്, ഈ മലബാറിൽ ഞങ്ങൾക്കുള്ളൊരു പ്രത്യേകതയാണ് കപ്പ പാട്ടുന്നൊരു പരിപാടിയുണ്ട്. അവിടെ വന്നിട്ട് എനിക്ക് ആ ഒരു ഒഴുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളത്. അതല്ലെങ്കിൽ എനിക്ക് വചനം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാനായിട്ട് ദൈവം ഒരു കരുണ കാണിച്ചതാണ്. അതെൻ്റെ ഒരു കരുത്തുണ്ട്. വചനം പറയണം. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ച്, ഈശോ മിശിഹ ഏറ്റവും അവസാനം പറഞ്ഞ വചനകഥ, ഈശോ മിശിഹ ഏറ്റവും അവസാനം, അതായത് മരിക്കണമെങ്കിൽ മുമ്പ് ഈശോ പറഞ്ഞ വചനം എന്നറിയും. അപ്പാ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. വാസ്തവത്തിൽ ഈ തിരുവചനം ലൂക്കാ സുവിശേഷം 23-ാം അധ്യായത്തിന് 46 അപ്പാ, അങ്ങേ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ. നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഈ വചനം 31-ാം സങ്കീർത്തനത്തിൻ്റെ 5-ാമത്തെ വാക്യമാണ്. 31-ാം സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്താ അറിയുമോ? ഒരു യഹൂദ സ്ത്രീ കൊച്ചിനെ ഉറക്കുമ്പോൾ പാടുന്ന പാട്ടാണ്. നമ്മളിങ്ങനെ കൊച്ചുറങ്ങുന്ന ബാബാവോ ആട്ടൂലേ? ഒരു യഹൂദ സ്ത്രീ, വിവേകവും ബുദ്ധിയും ഭക്തിയുമുള്ള ഒരു യഹൂദ സ്ത്രീ കുഞ്ഞെ ഉറങ്ങാൻ പോവുകയാണ്, അമ്മായിയുടെ കരങ്ങളിൽ ആത്മാവ്. ഇതാണ് ഈ സങ്കീർത്തനം. ശരിക്കും നിങ്ങളൊന്ന് ഓർത്ത് നോക്കി. ഈശോ മിശിഹ തൻ്റെ പ്രാണൻ വേർപെട്ടു പോകുന്ന അവസാന ശ്വാസം എടുക്കുന്ന സമയത്ത് അതിന് വേണ്ടപ്പെട്ടവരാരും അവിടെ ഇല്ല. അവനിങ്ങനെ മരണത്തിന് തന്നെ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് പോലും 3 ആടുകളിൽ ഇങ്ങനെ തൂങ്ങി ആകാശത്തിന് ഭൂമിക്ക് മധ്യ കിടക്കുമ്പോൾ ഇവന്റെ മനസ്സിലേക്ക് പറഞ്ഞത്, അവന്റെ ഓർമ്മ വെച്ച നാളിൽ, അവന്റെ കുഞ്ഞുനാളിൽ അമ്മ പഠിപ്പിച്ചു തന്ന പാട്ടാണ്, അമ്മ പറഞ്ഞു വെച്ചു കൊടുത്ത വചനമാണ്. എൻ്റെ ഒരു വചനം ഞാൻ പറയട്ടെ. എൻ്റെ 1-ലും 2-ലും പഠിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി 4-ാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ. പക്ഷേ അമ്മച്ചിക്ക് അന്ന് ഈ ക്രിസ്റ്റീൻ മാഗസിന് ആരോ കൊടുത്ത ഒരു സ്റ്റിക്കർ, ഞാൻ കിടക്കണ ആ ഭിത്തിയുടെ അടുത്താണ് ഞാൻ കിടക്കുന്നത്, അവിടെ കൊണ്ട് ഒട്ടിച്ചു വെച്ചു. ഞാൻ ഇന്ന് ഓർക്കുന്നു, സുഭാഷിതങ്ങളുടെ പുസ്തകം 23-18 വചനം. തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്, നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല, ദൈവഭക്തിയിൽ തീഷ്ണതയോടെ ചരിക്കണം. ഇതാണ് വാക്യം. വാക്യം ഏതാണ്? സുഭാഷിതം 23:18. ഞാൻ നിങ്ങൾക്ക് അഭിമാനത്തോടെ പറയും, എൻ്റെ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ഞാനിതിങ്ങനെ പറയും, തീർച്ചയായും നിനക്കൊരു ഭാവിയുണ്ട്,
നിന്റെ പ്രതീക്ഷയ്ക്ക് ഭംഗം നേരിടുകയില്ല. ദൈവഭക്തിയിൽ തീഷ്ണതയോട്. ഇത് 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ അമ്മ ഞാൻ കിടക്കണടത്ത് ഒട്ടിച്ചു വെച്ച വചനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മക്കൾക്ക് അവർ ചോദിക്കണതൊക്കെ മേടിച്ചു കൊടുക്കുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക് പറയണതൊക്കെ ചെയ്തു കൊടുക്കുമ്പോൾ, ഈ കൊടുക്കണതൊന്നും ഒരിക്കലും ഉപകാരപ്പെടാത്ത ചില നിർണായക സമയം വരും. അന്ന് അവർക്ക് ബലം കിട്ടുന്നത്, അവരെ സഹായിക്കുന്നത് ഞാൻ കൊടുത്ത വചനമായിരിക്കും, ഞാൻ കൊടുത്ത ആത്മീയ നിക്ഷേപമായിരിക്കും. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. എഴുന്നേറ്റ് നിൽക്കാം. ആരാധനയ്ക്ക് തിരികെ എത്തിച്ചാലോ? നമ്മളൊരു 10 മിനിറ്റ് നമ്മൾ ധ്യാനിച്ച വചനങ്ങളുടെ വെളിച്ചത്തിൽ പരിശുദ്ധ കുർബാനയെ ആരാധിക്കുകയാണ്. ആ സമയത്ത് നിങ്ങൾ സാധിക്കുമെങ്കിൽ ഈ നടുഭാഗത്തേക്ക് അടുത്ത് വരാം. നടുവിലേക്ക് അടുക്കുന്ന കുറച്ചുകൂടെ വിശുദ്ധ കുർബാനയെ കാണാൻ പറ്റും. 10 മിനിറ്റേ ഉള്ളൂ. പക്ഷെ നമ്മളിങ്ങനെ ജീവനോടെ പ്രാർത്ഥിക്കണം. നമുക്ക് ആരാധനയോടെ പ്രാരംഭ ഗീതം പാടി പരിശുദ്ധ കുർബാനയെ ഈ ബലിപീഠത്തിലേക്ക് സ്വീകരിക്കും. ഹൃദയം തുറന്ന് ഞാൻ നിന്നെ ആരാധിക്കാം. 34-ാം
ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. മനമൊരുങ്ങിയവരെ അവിടുന്ന് രക്ഷിക്കും. ഹൃദയം നുറുങ്ങി മനമൊരുങ്ങി ജീവിക്കുന്ന ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഈശോയെ ആരാധന, ആരാധന. ദൈവമേ, ഞങ്ങളൊക്കെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പരിശുദ്ധ കുർബാനയ്ക്ക് എഴുന്നേറ്റ് രണ്ട് കാര്യങ്ങളും ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് കണ്ണടച്ചു നിൽക്കാം. നിങ്ങൾ ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലാണ്. ഈ ആലയത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും നിന്നെ നോക്കുന്നത് ദൈവമാണ്. അവൻ കാണുന്നത് നിന്റെ ഹൃദയത്തുടിപ്പുകളാണ്. പ്രഭാഷകന്റെ പുസ്തകം 35:26. വരൾച്ചയുടെ കാലത്ത് മഴക്കാറ് പോലെ, കഷ്ടതയുടെ കാലത്ത് ദൈവത്തിൻ്റെ കരുണ എത്രയോ ആശ്വാസമാണ്. പ്രിയപ്പെട്ട മക്കളെ, നമ്മൾ ഈ ധ്യാനത്തിൽ ദൈവം തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ട് എളിമയോടെ അവൻ്റെ സന്നിധിയിലേക്ക് മടങ്ങി വരികയാണ്. നമുക്ക് ചേർന്ന് കണ്ണടച്ച് ദൈവസ്നേഹം വർണ്ണിച്ചിടാൻ വാക്കുകൾ പോരാ. ഓർമ്മ വെച്ച കാലത്തിൽ നമ്മൾ കേട്ടവരാണ്. പിന്നിട്ട വഴികളിൽ ദൈവം നടത്തിയ സ്നേഹവും കരുണയും അവൻ വഴി നടത്തിയ ജീവിതത്തിൻ്റെ പന്താവും എല്ലാം ഓർത്ത് ചേർന്ന് കണ്ണുകളടച്ച് ദൈവസാന്നിധ്യം അനുസ്മരിച്ച് പാടി ആരാധിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എല്ലാവരും ഉച്ചരിക്കണേ. ഈശോയുടെ നാമമാണ്. എല്ലാവരും ഉച്ചരിക്കണം. അടുത്തുള്ള രണ്ടുപേരെങ്കിലും കേൾക്കണം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് തിരുവചനത്തിലേക്ക് ഞങ്ങളെ മാടി വിളിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നന്നായിട്ട് കൈകൾ കൂപ്പിപ്പിടിക്കാം. ദൈവം കണ്ടാലെന്ന പോലെ, ദൈവത്തെ കണ്ടാലെന്ന പോലെ ഭക്തിയോടെ നിൽക്കാമോ?
യെശയ്യാ 33-6 ദൈവഭക്തിയാണ് കർത്താവ് തരുന്ന സമ്പത്ത്. പ്രിയപ്പെട്ട മക്കളെ, നമ്മളൊരു ധ്യാനത്തിലേക്ക് പ്രവേശിച്ചു. 3 കാര്യങ്ങൾ. 1, എൻ്റെ ദൈവം ഈ ദിവസങ്ങളിൽ എന്നെ അനുഗ്രഹിക്കും. 2, ഈ ധ്യാനത്തിൽ നല്ലൊരു ആത്മശോധനയും നല്ലൊരു കുംഭസാരവും നല്ലൊരു മടക്കയാത്രയും വലിയ നോമ്പിലേക്ക് ജീവിതത്തിൻ്റെ അവിശുദ്ധമായ ഓർമ്മകളിലൂടെ നടത്തണേ. 3, വിശുദ്ധീകരിക്കുന്ന തിരുവചനം ആവോളം ആസ്വദിക്കണേ. നമ്മുടെ വ്യക്തിപരമായ എല്ലാ നിയോഗങ്ങളൊക്കെ ഈ സമയത്ത് കർത്താവിന് സമർപ്പിക്കാം. ദൈവമേ, ഞാൻ കടന്നു പോകുന്ന രോഗാവസ്ഥകൾ, ഞാനിനി അഭിമുഖീകരിക്കേണ്ട പരീക്ഷകൾ, പഠനങ്ങൾ, ജോലി തടസ്സങ്ങൾ, ജോലിക്കായുള്ള പരിശ്രമങ്ങൾ, ജോലി മേഖലയിലെ പ്രതിസന്ധികൾ, വിദൂരങ്ങളിൽ, നാട്ടിൽ എൻ്റെ വീടും എൻ്റെ കുടുംബാംഗങ്ങൾ അനുഭവിക്കുന്ന ഞെരുക്കങ്ങൾ എല്ലാം അറിയുന്നവൻ്റെ മുമ്പിൽ, എല്ലാം കാണുന്നവൻ്റെ മുമ്പിൽ മനസ്സ് തുറന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് മുട്ടുകുത്തി 1 മിനിറ്റ് നല്ല നിശബ്ദതയിൽ കർത്താവിൻ്റെ ആശീർവാദത്തിന് ഒരുക്കമായിട്ട് ആ വെണ്മയുള്ള തിരുവോസ്തിയിലേക്ക് മാത്രം നോക്കി ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ കണ്ട് നിശബ്ദതയൊന്ന് പ്രാർത്ഥിക്കാമോ? 1 മിനിറ്റ് നിശബ്ദതയിൽ വ്യക്തിപരമായി കർത്താവിൻ്റെ ആശീർവാദം ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച്. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേ സാധ്യകടാ